ദേശീയഗാനം ചൊല്ലാത്തതിൻ്റെ പേരിൽ 2 കുട്ടികളെ ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കിയ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ കേരളത്തിൽ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. 1985-86 കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവ വികാസം അരങ്ങേറുന്നത്. അതായത് സ്കൂളിലെ അസംബ്ലിയിൽ ദേശീയഗാനം ചൊല്ലുന്ന സമയത്ത് ഈ കുട്ടികൾ ദേശീയഗാനം ചൊല്ലുന്നില്ല അല്ലെങ്കിൽ കൂടെ ചൊല്ലുന്നില്ല എന്നുള്ള ഒരു പരാതിയുടെ പുറത്ത് ഈ കുട്ടികളെ ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു. അങ്ങനെ ഇതിലൊരു അന്വേഷണ കമ്മീഷൻ വെക്കുന്നുണ്ട്. ഇതെന്താണ് സംഭവം എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടൊരു ചെറിയ അന്വേഷണ കമ്മീഷനെ വെക്കുന്നു. ഈ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ കുട്ടികൾ രണ്ടാളും ഒരിക്കൽ പോലും ദേശീയഗാനത്തെ അപമാനിച്ചിട്ടില്ല എന്നും, എന്നാൽ ഇവരത് ചൊല്ലാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്, മറിച്ച് ആ സമയത്ത് എണീറ്റ് നിൽക്കുകയും അറ്റൻഷനായിട്ട് നിൽക്കുക എന്ന തരത്തിലുള്ള നമ്മൾ സാധാ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ഇവർ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും, പക്ഷേ ഇത് ആവർത്തിച്ച് പാടുന്ന അല്ലെങ്കിൽ ഇത് ഡിക്റ്റേറ്റ് ചെയ്യുന്ന ആ ഒരു പരിപാടി മാത്രമാണ് ഇവർ ചെയ്യാത്തത് എന്നുള്ളതായിരുന്നു ഈ അന്വേഷണ കമ്മീഷൻ്റെ കണ്ടെത്തൽ. പക്ഷേ ഈ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിനനുസരിച്ചൊന്നും അല്ല പിന്നീട് കാര്യങ്ങൾ നടന്നത്. ഈ ഒരു അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ടിനെ മുഖവിലയ്ക്ക് എടുക്കാതെ തന്നെ ഒരു സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഈ കുട്ടികളെ പുറത്താക്കുകയും അതിനുശേഷം പിന്നീട് പബ്ലിക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അന്വേഷണവും അദ്ദേഹത്തിൻ്റെ ഒരു ഓർഡറും വരുന്നത് ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ കുട്ടികളെ പുറത്താക്കുന്നു. ആ ഒരു സംഭവത്തോട് കൂടിയിട്ടാണ് ഒരു ലാൻഡ്മാർക്കായിട്ടുള്ള ഒരു കേസ് ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. ആ ഒരു കേസിൻ്റെ കഥ എന്ന് പറയുന്നത് ആദ്യം ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു റിട്ട് ഹർജി സമർപ്പിക്കപ്പെടുന്നത് കേരള ഹൈക്കോടതിയിലാണ്. കേരള ഹൈക്കോടതിയിൽ ഒരു സിംഗിൾ ബെഞ്ചിന് മുൻപാകെ ഈ കുട്ടികളുടെ ഒരു റിട്ട് ഹർജി എത്തുകയും, പക്ഷേ നിർഭാഗ്യവശാൽ ഈ കുട്ടികളുടെ മതപരമായ അവകാശങ്ങൾക്ക് മുകളിലാണ് ഈ ദേശീയ വികാരങ്ങൾ എന്നുള്ളത് അല്ലെങ്കിൽ ദേശീയ ഗാനത്തിൻ്റെ സ്ഥാനം എന്നുള്ള തരത്തിലുള്ള ഒരു കണ്ടെത്തലുകളൊക്കെ നടത്തിക്കൊണ്ട് ഈ സിംഗിൾ ബെഞ്ച് ഈ കുട്ടികളുടെ അപ്പീൽ തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായി. അതായത് കുട്ടികളെ പുറത്താക്കിയിട്ടുള്ള ഒരു നടപടി ശരിവെക്കുന്ന ഒരു വിധിയാണ് ഈ പറയുന്ന സിംഗിൾ ബെഞ്ചിൻ്റെ അടുത്തുനിന്നുണ്ടായത്. ഇതേ സമയം തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു അപ്പീൽ പോകുന്നു. അതൊരു ഡിവിഷൻ ബെഞ്ച്, അതായത് 2 അംഗ ബെഞ്ചിലേക്ക് ചെല്ലുകയും ഈ 2 അംഗ ബെഞ്ചിലും സമാനമായിട്ടുള്ള, അതായത് സിംഗിൾ ബെഞ്ച് എന്താണോ വിധിച്ചത് അതിന് സമാനമായിട്ടുള്ളൊരു വിധി തന്നെ ഈ പറയുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. പക്ഷേ ഈ കുട്ടികൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങിയവർ ഇതൊരിക്കലും തന്നെ വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. അവർ സുപ്രീം കോടതിയിൽ പോകുന്നു. സുപ്രീം കോടതിയിലാണ് ഈ കേസിന് ഒരു കീഴ്മേൽ മറിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ വെച്ചിട്ട് സുപ്രീം കോടതി ചില കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നിർവചനം കൊടുത്തു. അതായത് ആർട്ടിക്കിൾ 19(1)A എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ആർട്ടിക്കിൾ 19(1) വരുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒക്കെ പോലെയുള്ള കാര്യങ്ങൾ, അതായത് ഒരു മനുഷ്യൻ്റെ പൗരസ്വാതന്ത്ര്യത്തിൽ വരുന്ന എക്സ്പ്രസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യത്തിൽ കേവലം സംസാരിക്കുക എന്നുള്ള സ്വാതന്ത്ര്യത്തിനപ്പുറം ഒരാൾക്ക് സൈലൻ്റായി ഇരിക്കാനുള്ള സ്വാതന്ത്ര്യവും, അതായത് നിശബ്ദത പാലിക്കാനുള്ള സ്വാതന്ത്ര്യവും ഈ ഒരു ആർട്ടിക്കിൾ 19(1)A എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നു എന്ന തരത്തിലുള്ള ഡെഫിനിഷൻ കൊടുക്കുകയും, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 25 പ്രകാരമാണ് ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ വരുന്നത്. ഒരു പൗരസ്വാതന്ത്ര്യമായിട്ട് അല്ലെങ്കിൽ മൗലിക അവകാശമായിട്ട് ഈ സാധനങ്ങളൊക്കെ വരുന്നത് 25-ലാണ്. അതിന് തന്നെയും ഒരു കൃത്യമായിട്ടുള്ള നിർവചനം സുപ്രീം കോടതി കൊടുക്കുകയും ഈ കുട്ടികളെ പുറത്താക്കിയിട്ടുള്ള നടപടി ശരിയല്ല എന്ന് പറയുകയും കുട്ടികളെ തിരിച്ചെടുക്കണമെന്ന നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. നിർഭാഗ്യവശാൽ ഈ കുട്ടികളാരും തന്നെ പിന്നീട് ആ സ്കൂളിലേക്ക് പോയില്ല. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നിയമത്തിൻ്റെ വഴികൾ എന്ന് പറയുന്നത് ഒരുപാട് ദീർഘമായിട്ടുള്ളതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഡിലേ വന്ന് കുട്ടികളൊക്കെ തന്നെയും ഹോം സ്കൂളിങ്ങിലൂടെയൊക്കെയാണ് അവരുടെ വിദ്യാഭ്യാസം തുടർന്നത്. അവരാരും ആ സ്കൂളിലേക്ക് പിന്നീട് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ ഒരു നീണ്ട നിയമ പോരാട്ടത്തിലൂടെ അവരുടെ മതപരമായ അവകാശങ്ങൾ അവർ അപ്ലിഫ്റ്റ് ചെയ്തെടുക്കുന്നതിനോ കൂടെ തന്നെ ഈ ദേശീയ ഗാനത്തെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ വിശ്വാസങ്ങളൊന്നും തന്നെ ഈ ദേശീയ ഗാനം ചൊല്ലാൻ അനുവദിക്കുന്നില്ല എന്നുള്ള അവരുടെ വാദം അവർ ഈ ഒരു രാജ്യത്ത് വിജയിപ്പിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇനി ഇതിൽ റീസെൻ്റ് ആയിട്ടുള്ള നടന്നിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് 1-2 വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള ഒരു സംഭവം കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടാവും ആരാണ് ദേശീയഗാനം ചൊല്ലാൻ മാത്രം അനുവദിക്കാത്ത ഇത്ര വലിയ വിശ്വാസികൾ എന്നുള്ളത്. അപ്പോൾ ഈ വന്ദേ മാതരത്തിൻ്റെ കാര്യം നമുക്കറിയാം. ഒരു പ്രത്യേക മത വിഭാഗങ്ങൾ വന്ദേ മാതരം എന്ന് പറയുന്ന നമ്മുടെ ദേശീയ ഗീതം ചൊല്ലാറില്ല. അപ്പോൾ പക്ഷേ എന്തുകൊണ്ടാണ് ദേശീയ ഗാനം ചൊല്ലാത്തൊരു മതവിഭാഗം ഏതാണെന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടായിരിക്കാം. അതുമായിട്ട് അത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീസെൻ്റ്ലി നടന്നൊരു സംഭവം നിങ്ങൾ ഓർമ്മയുണ്ടാവും, കളമശ്ശേരി ബോംബ് സ്ഫോടന കേസ്. ഈ കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിലെ വ്യക്തി അവിടെ ബോംബ് വെച്ച് പൊട്ടിച്ചതിന് ശേഷം അത് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഫേസ്ബുക്കിൽ ലൈവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്
ആ വിശ്വാസികൾ അല്ലെങ്കിൽ യഹോവ വിശ്വാസികളാണ്, അവരെയാണ് ഞാൻ ടാർഗറ്റ് ചെയ്തതെന്നും അവർ രാജ്യസ്നേഹികളല്ല, അവർ ദേശീയ പതാകയെ ബഹുമാനിക്കുന്നില്ല, ദേശീയ ഗാനത്തെ ബഹുമാനിക്കുന്നില്ല എന്ന തരത്തിലുള്ള റീസൺസ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്ന് ഒരു ലൈവ് വരികയും അതായത് കാരണങ്ങൾ സ്റ്റേറ്റ് ചെയ്തത് ഇതൊക്കെയായിരുന്നു. അതായത് ഈ ഒരു കുട്ടികളും ആ ഒരു വിശ്വാസികൾ തന്നെയായിരുന്നു. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരം അവർക്ക് ഈ യഹോവയല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊന്നിനെയും തന്നെയും വർണ്ണിക്കാനോ വന്ദിക്കാനോ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ദേശീയ ഗാനത്തിലുള്ള അത്തരത്തിലുള്ള വർണ്ണനകളോ വന്ദനങ്ങളോ അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാന വാദം. അതുകൊണ്ട് മാത്രമാണ് അവരത് ചെയ്യാത്തത് എന്നുള്ളതും, പക്ഷേ ബഹുമാനക്കുറവുണ്ടായിരുന്നില്ല എന്നുള്ള തരത്തിലായിരുന്നു വാദം. അപ്പോൾ ഈ ഒരു കഥ പലർക്കും അറിയുണ്ടാവില്ല. കാരണം കേരളത്തിൽ നിന്നാണ് നമ്മൾ വളരെ മതനിരപേക്ഷതയ്ക്കും ബഹുസ്വരതയ്ക്കൊക്കെ പേര് കേട്ടിട്ടുള്ള കേരളത്തിൽ നിന്നാണ് ഈ കേസ് ഉരുത്തിരിഞ്ഞു വന്നത് എന്നുള്ളത് ഒരു പക്ഷേ എന്തുകൊണ്ടാണ് അതൊരു കോയിൻസിഡൻ്റലി സംഭവിച്ചു പോയതായിരിക്കാം. ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നായിരുന്നു ആ കേസ്. 1986 ആ കേസിൻ്റെ ഫൈനൽ വിധി വരുന്നത്. പക്ഷേ എന്തായാലും ആ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട് തന്നെ വിധി വന്നു. അതിനുശേഷം തന്നെയും ഇപ്പോൾ നമ്മുടെ തിയേറ്ററിൽ ദേശീയ ഗാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഹർജികൾ മേലൊക്കെ തന്നെയും ഈ ഒരു ബിജോയ് ഇമ്മാനുവൽ കേസ് വീണ്ടും ചർച്ചയായിരുന്നു ആ സമയങ്ങളിലൊക്കെ. പക്ഷേ ഏറ്റവും അവസാനം ചർച്ചയായത് ഈ ഒരു കളമശ്ശേരി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ യഹോവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ തന്നെയും വീണ്ടും ഡിസ്കഷനിലേക്ക് എത്തിച്ചതും, അതല്ലെങ്കിൽ ഈ മാർട്ടിൻ പറയുന്ന ന്യായം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ വീണ്ടും ചർച്ച ചെയ്തപ്പോഴാണ് ഈ ദേശീയ ഗാനം അല്ലെങ്കിൽ നാഷണൽ ആന്തം കേസ് എന്നറിയപ്പെടുന്ന ഈ ഒരു കേസ് വീണ്ടും ചർച്ചയിലേക്ക് വന്നത്.